12,000 രൂപ 12% നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തെ പലിശ എത്ര? ഇതാണ് ചോദ്യം. എടാ, നമ്മൾ എത്ര രൂപയാണോ ഇട്ടത്, നമ്മൾ അവിടെ കൊണ്ട് ബാങ്കിൽ ഇട്ടത് എത്ര? 12,000. അതിനെ നമ്മൾ 100%, നമ്മൾ ഇട്ടത് എത്ര? 100%. നമ്മൾ എത്ര ഇട്ടോ 100%. അത് മനസ്സിൽ ഫിക്സ് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രേ ഉള്ള പരിപാടി. 100%ആണ് 12,000. ശരിയാണേ? കുഴപ്പമില്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നു 3 വർഷത്തെ പലിശ എത്ര? നമുക്കറിയാം 1 വർഷം എത്ര? 12%. സാധാരണ പലിശ നിരക്കാണെങ്കിൽ 3 വർഷവും എന്ത് തന്നെ ആയിരിക്കും? ഈ 12% തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ 3 വർഷമായപ്പോൾ എത്രയായി? 12 × 3 36%. അപ്പോൾ ചോദ്യം ഇങ്ങനെ അല്ലേ, 100% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടത് 12,000. അങ്ങനെയാണെങ്കിൽ 36% എത്രയാണെന്നല്ലേ എൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ്. നേരെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. കണ്ടോ? അപ്പോൾ എത്ര വന്നു? 12,000 × 36 നേരെ ഡിവൈഡഡ് ബൈ 100. എത്ര കിട്ടി? 4,320 നമ്മുടെ ആൻസർ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യം?